ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കഴിഞ്ഞൊരു വീഡിയോയുടെ തുടർച്ചയാണെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ RJ അഞ്ജലിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. RJ അഞ്ജലിയും കൂട്ടുകാരിയായ നിരഞ്ജനയും പ്രാങ്ക് എന്ന രീതിയിൽ, പ്രാങ്ക് കോൾ എന്ന രീതിയിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അവർ തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തതും, അതാണ് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ ചെയ്തതുമൊക്കെ. അപ്പം സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ ഇനിയും എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പം പുള്ളിക്കാരി തന്നെ ഇപ്പോഴത്തെ പ്രശ്നമെന്നല്ല, പുള്ളിക്കാരി തന്നെ ഒരു മാപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ളവരോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അവർ ചെയ്ത ക്ഷമ ചോദിക്കേണ്ടത് ആ പ്രൊഫഷണൽ ആയിട്ടുള്ള മെഹന്തി ആർട്ടിസ്റ്റ് എന്ന ആ പെൺകുട്ടിയോടാണ്, അല്ലെ ആ സ്ത്രീയോടാണ് അവർ മാപ്പ് ചോദിക്കേണ്ടത്. എങ്കിലും നമുക്ക് ഒരു വിധത്തിൽ അവർക്ക് മാപ്പ് കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരി ഇതുവരെ രംഗത്ത് എത്തിയിട്ടില്ല കേട്ടോ. അവളുടെ യാതൊരു വിവരങ്ങളും അറിയാൻ ഇല്ല. പക്ഷേ RJ അഞ്ജലി സ്വന്തം അക്കൗണ്ടിൽ തന്നെയാണ് എല്ലാവരോടും മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ ഇട്ടിരിക്കുന്നത്. പക്ഷെ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊന്നുമല്ല. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ജസ്റ്റ് തമാശയായിട്ട് ചെയ്തതാണ്, അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്ന തുടക്കത്തിലോടുകൂടിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, ക്ഷമയൊക്കെ പറഞ്ഞ് മെഴുകുകയാണ് പുള്ളിക്കാരി ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് ക്ഷമ കൊടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ? കാരണം തെറ്റാണെന്ന് പുള്ളിക്കാരി മനസ്സിലാക്കി ആ വീഡിയോ പങ്കുവയ്ക്കാനെങ്കിലും മനസ്സിന് തോന്നിയല്ലോ എന്ന് നമുക്ക് പറയാം. പക്ഷെ കൂട്ടുകാരി രംഗത്ത് വന്നിട്ടില്ല. ഇനി കൂട്ടുകാരിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ അങ്ങനെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസം RJ അഞ്ജലി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചല്ല, ജസ്റ്റ് പ്രാങ്ക് ആയിട്ട് മാത്രമാണ് അത് ചെയ്തത്, പക്ഷെ ഇത്രയും മോശമായി പോകുമെന്ന് വിചാരിക്കില്ല, അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പം ഫേസ് റിവീൽ ചെയ്ത് വീഡിയോ ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട്. ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത്. വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലേതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല, കാര്യമായിട്ട് പുള്ളിക്കാർ ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പോലീസ് അറസ്റ്റ് അങ്ങനെയുള്ള അതായത് മെഹന്തി ആർട്ടിസ്റ്റ് കേസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടല്ലോ. ഇനി അതുകൊണ്ട് പേടിച്ചിട്ടാണോ RJ അഞ്ജലി രംഗത്തെത്തിയിരിക്കുന്നത് എന്നൊന്നും അറിയത്തില്ലെങ്കിലും ക്ഷമ ചോദിക്കുന്നതും നല്ല മനസ്സാണ്, അതുപോലെ തന്നെ ക്ഷമിക്കാൻ തയ്യാറാകുന്നതും നല്ല മനസ്സ് തന്നെയല്ല. അപ്പം ഏതായാലും സോഷ്യൽ മീഡിയയിലുള്ളവരൊക്കെ അഞ്ജലിയോട് അങ്ങ് ക്ഷമിക്കുക. അപ്പം പുള്ളിക്കാരിക്ക് ഒരു അബദ്ധമെന്നല്ല, വേറെ വീഡിയോസിലും പുള്ളിക്കാരി ഇതുപോലെ ഒരു അശ്ലീല ചുവയോടുകൂടിയുള്ള സംസാരങ്ങളും കാര്യങ്ങളും പുള്ളിക്കാരിക്ക് ഓൾറെഡി പുള്ളിക്കാരിക്ക് ഉള്ളതാണ്. അപ്പം നമ്മൾ പ്രാങ്കോളാണെങ്കിലും എന്ത് തമാശയാണെങ്കിലും മറ്റുള്ളവർ ചിരിക്കും, അത് നല്ല രീതിയിൽ പറഞ്ഞാൽ ചിരിക്കും. അത് എല്ലാ തമാശയിലും ഇപ്പോഴത്തെ കോമഡികളാണെങ്കിലും പകുതി നമ്മൾ ഡബിൾ മീനിങ് ആണ്. ആ ഡബിൾ മീനിങ് കോമഡി ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളണമെന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ എപ്പോഴും ഒരു വീഡിയോ ആണെങ്കിലും അത് റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും എന്ത് വീഡിയോ ആണെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കഴിവതും നമ്മൾ കുറേ തവണ ആലോചിച്ചിട്ട് ചെയ്യുക. കാരണം ആരെ പറ്റിയും അധികം മോശം പറയുന്ന രീതിയിലും, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, പ്രാങ്കോളാണെങ്കിലും റിയാക്ഷൻ ആണോ എന്താണെങ്കിലും നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കുന്നതാണോ, എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ടാണോ, പിന്നെ അതിനൊരു മാപ്പ് പറയേണ്ട രീതിയിലുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു മാപ്പ് പറച്ചിലൊക്കെ ആയിട്ട് വരുമ്പോൾ അത് വേറെ രീതിയിൽ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ഉണ്ടാക്കത്തേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മാപ്പ് പറഞ്ഞ് മെഴുകാണ്, ആ പോട്ടെ, ഒരു വിധത്തിൽ അവർ മാപ്പ് പറഞ്ഞ് അവർക്ക് അങ്ങനെയെങ്കിലും ഒരു ഇത് തോന്നിയല്ലോ. അപ്പോൾ അതിൻ്റെ താഴെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്, നിന്റെ കൂട്ടുകാരി എന്തേ
അവളാണ് പ്രത്യേകം മാപ്പ് പറയേണ്ടത്, അവൾ നിന്റെ കൂടെ കൂടിയേ പിന്നെയാണ് RJ അഞ്ജലി ഇത്രയും മോശമായി പോയത് എന്ന രീതിയിലുള്ള ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. നിന്റെ കൂട്ടുകാരി ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ, അവൾക്ക് മാത്രം എന്താ, അവളല്ലേ ഇതെല്ലാം വിളിച്ച് ചോദിച്ച്, അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് വരും. ഒരു വിധത്തിൽ സത്യമാണ്. RJ അഞ്ജലി ആദ്യം വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മാന്യമായ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് ഓരോ കൂട്ടുകെട്ടാളിക്കാനും മനുഷ്യരെ തെറ്റിക്കുന്ന ഒരു വിധത്തിൽ കമൻറ്റ് പറയുന്നതിലും കാര്യമുണ്ട് എന്ന് വിചാരിക്കാം. ഏതായാലും നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ചെയ്ത തെറ്റ് പുള്ളിക്കാരി അംഗീകരിച്ചു. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ചെയ്തതാണ്, ഞാൻ ചെയ്തത് തെറ്റല്ല, ഞാൻ ഈ കേസ് കൊടുത്താലും കോടതി വരെ പോകും, എവിടെ വരെ വേണമെങ്കിലും പോകും, ഞാൻ ചെയ്തത് തെറ്റല്ല, ജസ്റ്റ് ഒരു പ്രാങ്കോളല്ലേ, അങ്ങനെ ഓരോരുത്തരാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വാദിക്കും. പക്ഷേ പുള്ളിക്കാരി അങ്ങനെയൊന്നും വാദിക്കാൻ നിന്നില്ല. തെറ്റ് ഞാൻ ചെയ്ത തെറ്റാണ്, എല്ലാവരും ക്ഷമിക്കണം എന്ന രീതിയിലാണ് വീഡിയോ ഇട്ടത്. അതുകൊണ്ട് തന്നെ ക്ഷമ നൽകാവുന്ന തെറ്റേ ഉള്ളൂ അല്ലേ. എന്ന് വെച്ചാൽ നമ്മളല്ല ക്ഷമ നൽകേണ്ടത്, അതായത് ആ സ്ത്രീ ക്ഷമ നൽകാന്ന്. കാരണം ഇത്രയും പബ്ലിക്കായിട്ട് ക്ഷമയും കാര്യങ്ങളും ഒക്കെ ചോദിച്ചല്ലേ. പക്ഷേ അവനവൻ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ക്ഷമ ചോദിച്ച് ഒരു മെഴുകി തീരേണ്ട ഒരു അവസ്ഥയുണ്ടായത്. അവനവൻ ചെയ്തത് കൊണ്ടാണെന്ന് ഓർക്കുക. അപ്പം ഇനിയും വീഡിയോസ് ഇടുന്നവർ ഈ കാര്യങ്ങൾ നോക്കുക. നമ്മൾ എന്ത് ചെയ്താലും അത് മോശമായി അശ്ലീല ചുവയോടുകൂടിയുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ട് പ്രാങ്ക് ആണെങ്കിലും എന്ത് വീഡിയോസ് ആണെങ്കിലും ചെയ്യാതിരിക്കുക. ലാസ്റ്റ് ഇതുപോലെ ക്ഷമാപണമൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വീഡിയോസ് പിന്നെയും ചെയ്യേണ്ടി വരും എന്ന് ഓർത്തിട്ട് എല്ലാവരും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക.